യോ ഗായ്സ്, അങ്ങനെ ഞാൻ ജുജുത്സു കൈസൻ സീസൺ 3യുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ബ്രേക്ക് ഡൗണുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെഗുമി അവൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് മടങ്ങിപ്പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. സീസൺ 2ൻ്റെ എൻഡിങ്ങിൽ മെഗുമിയുടെ സിസ്റ്ററും കെഞ്ചാക്കുവിൻ്റെ സീൽ മൂലം കള്ളിങ് ഗെയിമിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങളായി കോമയിലായിരുന്ന സുമിക്കി ഫിഷിഗറു എഴുന്നേറ്റത്. അതോടൊപ്പം മിത്തോതിരി യൂത്ത് കൊന്ന അതേസമയം അവൻ്റെ ഉള്ളിലിരുന്ന സുഗുണ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നതായും കാണിക്കുന്നു. തൊട്ടടുത്ത സെക്കൻഡിൽ നവോയും ചോസോയും തമ്മിലുള്ള അതിഗംഭീരമായ ഒരു ഫൈറ്റ് കാണിക്കുന്നു. ചോസോയ്ക്ക് അയാളുടെ സ്പീഡിന് മുന്നിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കൂടാതെ എന്ത് ടെക്നിക്കാണ് അയാൾ യൂസ് ചെയ്യുന്നത് എന്നും അയാൾ ആശ്ചര്യപ്പെടുന്നു. സാധാരണ ബൈൻഡിംഗ് വോ യൂസ് ചെയ്യാനായി സോഴ്സറേഴ്സ് അവരുടെ ടെക്നിക്ക് റിവീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നവോയെ ഫൈറ്റ് ഡോമിനേറ്റ് ചെയ്യുന്നതിനാൽ അതിനും ചാൻസ് ഇല്ല എന്നവൻ കാണുന്നു. അങ്ങനെ ഇടികൊണ്ട് ചതഞ്ഞെങ്കിലും ചോസോ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് ഞെട്ടി നീ ആരാണെന്ന് നവോയെ ചോദിക്കുന്നു. അപ്പോൾ ചോസോ ഞാൻ എൻ്റെ 9 ബ്രദേഴ്സിൻ്റെയും എൽഡർ ബ്രദറാണെന്ന് പറഞ്ഞ് അവൻ മറ്റൊരു ടെക്നിക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇത് കേട്ട് നവോയ താൻ അതല്ല അവൻ്റെ കേസ് ടെക്നിക്കും പിന്നെ അവൻ്റെ ഈ ടഫ്നെസ്സിനും കാരണം എന്താണെന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് വാനിഷ് ആവുന്നു. പക്ഷേ ചോസോ തൻ്റെ പുതിയ ടെക്നിക്ക് മൂലം അയാളുടെ പ്രസൻസ് ഏറെക്കുറെ കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്തെങ്കിലും അയാളെ നവോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ട് അയാൾ ചോസോയുടെ വേഗത അവനൊപ്പം എത്തിയെന്ന് കണ്ട് ഉടനെ തൻ്റെ നെക്സ്റ്റ് അറ്റാക്കിൽ അയാളുടെ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് ചോസോയെ അയാൾ അറ്റാക്ക് ചെയ്യുന്നു. അതേസമയം തന്നെ നവോയ്ക്കും അയാളുടെ ടെക്നിക്കും മനസ്സിലാകുന്നു. ഇത് ഫ്ലൂയിങ് റേറ്റ് സ്കെയിൽ എന്ന ടെക്നിക്കല്ലേ? ഇതിലൂടെ നിൻ്റെ കണ്ണിലെ മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്ത് എൻ്റെ സ്പീഡിനൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലേ? പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. കാരണം ഞാൻ മോഷൻസ് സെറ്റ് ചെയ്യുന്നത് നിൻ്റെ കൗണ്ടറിനെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്ന് നവോയെ പറയുന്നു. ഒപ്പം ഞാൻ വിചാരിച്ചതിലും ടഫാണ്. അതുകൊണ്ടാണ് നിൻ്റെ ബ്ലഡ് മാനിപ്പുലേഷനെ ഡിസ്റപ്റ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ നൈഫ് യൂസ് ചെയ്യേണ്ടി വന്നത്. പക്ഷേ ഒരു സോഴ്സറർ വെപ്പൺ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. മണ്ടന്മാരായ എൻ്റെ എല്ലാ ഓൾഡർ ബ്രദേഴ്സും എപ്പോഴും അവരുടെ വെപ്പണുമായിട്ടാണ് നടപ്പ്. എന്നിട്ടും അവർ തോജിയെ കുറ്റം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കേട്ട് ചോസോ നീ നിൻ്റെ ഓൾഡർ ബ്രദേഴ്സിനെ വെറുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അയാൾ തീർച്ചയായും ഉണ്ടെന്നും സ്വന്തം അനുജനേക്കാളും വീക്കറായ ഓൾഡർ ബ്രദർ ആവുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്നും നവോയെ പറയുന്നു. പക്ഷേ നീ ചിലപ്പോൾ പവർഫുൾ ആകാൻ കാരണം നിൻ്റെ ഓൾഡർ ബ്രദേഴ്സ് ആയിരിക്കാം എന്ന് ചോസോ പറയുന്നു. എന്നാൽ ഇത് നവോയ്ക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല. പക്ഷേ ചോസോ തുടരുന്നു. ഓൾഡർ ബ്രദേഴ്സ് ശക്തനാണെങ്കിലും അല്ലെങ്കിലും അവർ അനുജന്മാർക്ക് എന്നും റോൾ മോഡലായിരിക്കും. അവർ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യാതിരിക്കാനും അവരുടെ നല്ല വഴികൾ ഫോളോ ചെയ്യാനും അനുജന്മാർക്ക് സാധിക്കും. അതിനാൽ നീ ഇപ്പോൾ സ്ട്രോങ്ങറായി ഇരിക്കാൻ കാരണം നിൻ്റെ ഓൾഡർ ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണെന്ന് ചോസോ പറയുന്നു. അതോടൊപ്പം നവോയെ നേരത്തെ ചോദിച്ചതുപോലെ താൻ എങ്ങനെയാണ് ഇത്ര ടഫായതെന്നും അയാൾ പറയുന്നു. എനിക്ക് നിന്നെപ്പോലെ ഒരു ഓൾഡർ ബ്രദറോ മറ്റാരുമോ തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റുകളിലൂടെ എല്ലാം തന്നെ സഞ്ചരിച്ച് അതിനെ അതിജീവിച്ച് എൻ്റെ സഹോദരങ്ങളുടെ മുന്നിലൂടെ നടന്നു. അങ്ങനെയാണ് ഞാൻ സ്ട്രോങ് ആയത് എന്ന് പറഞ്ഞ് ചോസോ തൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. എന്നാൽ എങ്ങനെയാണ് ഇത്ര ബ്ലഡ് ലോസ് ഉണ്ടായിട്ടും അയാൾക്ക് തൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് നവോയെ നിന്നപ്പോൾ നമുക്കും കൂടി അത് വിശദീകരിച്ച് തരുന്നു. ചോസോയെ പോലുള്ള ബ്ലഡ് ഡീമൻ ആർട്ടുകൾ ഉണ്ടാക്കുന്നത് കേസ് സ്പിരിറ്റ്സിൻ്റെയും ഹ്യൂമൻസിൻ്റെയും ബ്ലഡ് മിക്സ് ചെയ്തിട്ടാണ്. അതിനാൽ അവർക്ക് കേസ് എനർജി ഉള്ളിടത്തോളം കാലം അവർ ഒരിക്കലും മരിക്കില്ല. അങ്ങനെ ചോസോ ആ നിലത്ത് നിറഞ്ഞിരുന്ന ബ്ലഡ് കട്ടിയാക്കി നവോയ്ക്ക് അനങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാക്കുന്നു. ശേഷം അയാൾക്ക് നേരെ പേഴ്സിംഗ് ബ്ലഡ് യൂസ് ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും നവോയ ആ ബൈൻഡിംഗ് വേ യൂസ് ചെയ്യുന്നതിനായി അവൻ്റെ ടെക്നിക്കായ പ്രൊജക്ഷൻ സോഴ്സറി റിവീൽ ചെയ്യുന്നു. എൻ്റെ ടെക്നിക്ക് ഓരോ സെക്കൻഡിൻ്റെയും 24 ഫ്രെയിംസ് ആക്കി ഡിവൈഡ് ചെയ്യും. ശേഷം തനിക്ക് ഓരോ ഫ്രെയിംസിലും നെക്സ്റ്റ് നടത്തേണ്ട മൂവ്സ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നാൽ ആ സെക്കൻഡിനുള്ളിൽ സെറ്റ് ചെയ്ത 24 ഫ്രെയിംസിലല്ല അയാൾ സഞ്ചരിച്ചതെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് അയാൾ അവിടെ ഫ്രീസായി നിന്ന് പോകും. അങ്ങനെ ഇവിടെ നവോയ ആ 24 ഫ്രെയിംസിൽ ചോസോയ്ക്ക് നേരെ ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യാമെന്ന് സെറ്റ് ചെയ്തെങ്കിലും ചോസോ അയാളുടെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ ഡിലേ കാണിക്കുന്നത് നവോയെ ഞെട്ടിക്കുന്നു. അങ്ങനെ ആ ഒരു സെക്കൻഡ് കംപ്ലീറ്റ് ആകുന്നു. ഇതേസമയം ചോസോ കഴിഞ്ഞ 150 വർഷമായി അയാൾ തന്നെ ഡെവലപ്പ് ചെയ്ത ചോസോയുടെ ഒറിജിനൽ ടെക്നിക്ക് സൂപ്പർനോവ നവോയ്ക്ക് നേരെ വിടുന്നു. അപ്പോൾ അത് ബ്ലഡിൻ്റെ വലിയൊരു ഓർബ് ഉണ്ടാക്കുകയും ശേഷം അത് നവോയുടെ ചുറ്റും വന്ന് തെറിക്കുകയും ചെയ്യുന്നു. ശേഷം പരിക്കേറ്റ് വീണ് കിടക്കുന്ന നവോയുടെ അടുത്തേക്ക് ചോസോ നടന്നു ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, എന്തുകൊണ്ടാണ് നിനക്ക് നിൻ്റെ ബ്രദേഴ്സിനെ ഇഷ്ടപ്പെടാൻ കഴിയാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ചോസോ അയാളെ തീർക്കാൻ ഒരുങ്ങവേ പെട്ടെന്ന് ആ തൂണിൻ്റെ ബാക്കിൽ നിന്നും ഒക്കോട്സു യൂജിയും കൊണ്ട് നടന്നു വരുന്നു. എന്നാൽ ചോസോ അയാളെ കാണുന്നതിന് മുന്നേ തന്നെ യൂത്ത അയാളെ അടിച്ചു വീഴ്ത്തുന്നു. ശേഷം നവോയെ നോക്കി കണ്ടിട്ട് നല്ല പരിക്ക് പറ്റിയ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് യൂത്ത ചോദിക്കുന്നു. നവോയ്ക്ക് തൻ്റെ ഈ അവസ്ഥ കണ്ട് ദേഷ്യം വന്നെങ്കിലും പെട്ടെന്ന് അയാൾ ചോര ഛർദ്ദിക്കുന്നു. ഇത് കേസുകളുടെ ബ്ലഡ് തൻ്റെ ബ്ലഡുമായി മിക്സ് ആയതുകൊണ്ട് സംഭവിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അപ്പോൾ തന്നെ യൂത്ത താൻ അയാളെ റിവേഴ്സ് കേസ് ടെക്നിക്ക് യൂസ് ചെയ്ത് ഹീൽ ചെയ്യാമെന്നും പകരമായി യൂജിയുടെ ഡെത്ത് ഹൈറപ്സിനെ അറിയിക്കാമോ എന്നും അവൻ ആവശ്യപ്പെടുന്നു. അതേസമയം പെട്ടെന്ന് കുറച്ച് ഫ്ലാഷ് ബാക്സിലേക്ക് പോകുന്നു. പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ POV അവിടെ കാണിക്കുന്നു. ആ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ജിൻ എന്ന വ്യക്തിയും യൂജിയുടെ ഗ്രാൻഡ് ഫാദറും ദൂരത്തായി അവിടെ നിൽക്കുന്നു. ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നു. ജിൻ, നിനക്ക് നിൻ്റെ ലൈഫ് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷേ നീ ഇനിയും അവളെ ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് നിനക്ക് അപകടമാണ്. ഇത് കേട്ട ജിൻ യൂജിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുതച്ചാ. കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലും അധികം കാര്യങ്ങൾ ഓർമ്മിക്കാൻ കഴിയും. പക്ഷേ യൂജിയുടെ ഗ്രാൻഡ് ഫാദർ വീണ്ടും അവനോട് പറയുന്നു, നിനക്ക് കൗരിയുമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ
കൗരി ഇപ്പോൾ മരിച്ചില്ലേ എന്നയാൾ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ തുടങ്ങവേ കൗരി ഇത്തതുരി നെറ്റി നിറയെ സ്റ്റിച്ചസുമായി അങ്ങോട്ടേക്ക് വന്ന് അയാളോട് അച്ഛാ നിങ്ങൾ എന്തിനെപ്പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് യുജി സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുന്നു. ശേഷം അവൻ ചുറ്റും നോക്കിയപ്പോൾ തൊട്ടടുത്ത യൂത്ത ഇരിക്കുന്നത് അവൻ കാണുന്നു. അവൻ എണീറ്റത് കണ്ടപ്പോഴാണ് യൂത്തയ്ക്ക് ശരിക്കും ശ്വാസം നേരെ വീണത്. ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതെ നിന്ന് യുജിയോട് ഒക്കോട്സ് പറയുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഗോജോ സെൻസെ എന്നെ കാണാൻ വന്നത്. വന്നപ്പോൾ തന്നെ അയാൾ എന്നോട് പറഞ്ഞത് നിന്നെ രക്ഷിക്കണമെന്നായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നാടകമെല്ലാം കളിക്കേണ്ടി വന്നത്. ഇത് കേട്ട് ഇത്താതൊരു ഞെട്ടുന്നു. ശേഷം ഒക്കോട്സു വേറെ ആരെങ്കിലും നിന്നെ കൊല്ലുന്നതിലും നല്ലതല്ലേ ഞാൻ തന്നെ അതിനായി വരുന്നത് എന്നെനിക്ക് തോന്നി. പക്ഷേ ഹൈറപ്സിനെ എനിക്കങ്ങനെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുമായി ഇത് അപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഞാനും ഹൈറപ്സുമായി ഒരു ബൈൻഡിങ് വോ സെറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് തനിക്ക് യുജിയെ കൊല്ലേണ്ടി വന്നത് എന്ന് പറഞ്ഞ അയാൾ അവനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഇത് കേട്ട യുജി എങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. യൂത്ത അത് തൻ്റെ റിവേഴ്സ് കേസ് ടെക്നിക്ക് മൂലമാണെന്ന് പറയുന്നു. ശേഷം യൂത്ത അവനെ ആശ്വസിപ്പിക്കാനായി പറയുന്നു. ഒരിക്കൽ എനിക്ക് താങ്ങാവുന്നതിലും അധികം പവർ ചുമന്നിരുന്നു. അത് എന്നിലേക്ക് ഫോഴ്സ്ഫുള്ളി വന്നു ചേർന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ പവർ ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല യുജി. നിന്റെ ഉള്ളിലെ പവർ അത് നിൻ്റേതല്ല. അതിനാൽ നീ സ്വയം പഴിക്കേണ്ട ആവശ്യമില്ല എന്ന് അയാൾ പറഞ്ഞെങ്കിലും അതല്ല തൻ്റെ വിഷയം എന്ന് ഇത്താതുരി പറഞ്ഞ് തീർക്കാൻ തുടങ്ങവേ മെഗുമി അവൻ്റെ അടുത്തേക്ക് വരുന്നു. മെഗുമി അവനെ കണ്ടതും അവൻ്റെ അടുത്ത് ചെന്ന് ജുജുത്സു ഹൈയിലേക്ക് തിരിച്ചു വരാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്താതുരി നിങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ എന്നോട് സംസാരിക്കരുതെന്നും ഞാൻ കാരണം ഒരുപാട് പേർ മരിച്ചെന്നും യുജി പറഞ്ഞപ്പോൾ മെഗുമി നീയല്ല നമ്മൾ കാരണമാണെന്ന് പറയുന്നു. അതെന്തെന്നാൽ മെഗുമി മഹോരാഗിയെ സമ്മൺ ചെയ്തതുകൊണ്ടാണ് സുക്കണയ്ക്ക് അതിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നത്. ശേഷം മെഗുമി അതുകൊണ്ട് നീ ഗീവ് അപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ ജുജുത്സു സോഴ്സറേഴ്സ് ആണ്, അല്ലാതെ ഹീറോകളല്ല. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ എക്സിസ്റ്റൻസ് മാത്രമാണ്. പക്ഷേ യുജിയുടെ പ്രശ്നം അതല്ലായിരുന്നു. അവൻ എത്രത്തോളം മെഗുമിയുടെ അടുത്ത് നിൽക്കുന്നോ അത്രയും അവന് ഡേഞ്ചറാണ്. എന്നാൽ മെഗുമി അവൻ്റെ പവർ യൂസ് ചെയ്ത് തന്നെ രക്ഷിക്കണമെന്ന് യുജിയോട് അപേക്ഷിച്ചത് കേട്ടപ്പോൾ അവൻ ആകെ ഞെട്ടുന്നു. അങ്ങനെ മെഗുമി നൊരുത്തോഷിക്കാമോ അഥവാ കെഞ്ചാക്കു സാധാരണക്കാർക്ക് വരെ കേസ് നെഗിരിക്ക് പവർ നൽകുന്ന കള്ളി ഗെയിം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ സിസ്റ്ററായ സുമുക്കിയും അതിൽ അകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യുജി ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് നിൻ്റെ ശക്തി ആവശ്യമാണ്. ഇതേ സമയം മെഗുമിയുടെ സിസ്റ്ററിനെ പോലെ കേസ് പവർ ലഭിച്ച ബാക്കിയുള്ളവരെയും ജസ്റ്റ് ഗ്ലിംസ് ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ അവിടെ നേരെ നമുക്ക് കള്ളിംഗ് ഗെയിംസിൻ്റെ റൂൾസ് കാണിച്ചു തരുന്നു. ഒന്നാമത്തെ റൂൾ, ഒരു പ്ലെയർ തൻ്റെ കേസ് ടെക്നിക്ക് അവേക്കൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ അകപ്പെട്ടിട്ടുള്ള ബാരനുള്ളിൽ നിന്ന് കള്ളിംഗ് ഗെയിമിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ ഡിക്ലെയർ ചെയ്യണം. ഒന്നാമത്തെ റൂൾ പാലിക്കാത്ത പക്ഷം അവർ കേസ് ടെക്നിക് റിമൂവിലേക്ക് പോകും, അഥവാ അവർ കൊല്ലപ്പെടും എന്നതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൂന്നാമത്തേത്, ഇങ്ങനെ ഒരുപാട് കോളനികളായി തിരിച്ച ബാരനുള്ളിൽ പുറത്തുനിന്ന് ആരകത്തേക്ക് കയറിയാലും അവർ പ്ലേയേഴ്സായി പരിഗണിക്കപ്പെടും. നാലാമത്തെ റൂൾ എന്തെന്നാൽ മറ്റുള്ള പ്ലേയേഴ്സിനെ കൊന്നാലേ ഈ ഗെയിമിൽ പോയിന്റ് ലഭിക്കും. ഓരോ പ്ലേയേഴ്സിനും പല പോയിന്റ് വെച്ചാണ് ഗെയിം മാസ്റ്റർ നൽകുന്നത്. സോഴ്സറേഴ്സിനും കേസ് സ്പിരിറ്റ്സിനും 5 പോയിന്റ് വീതവും നോൺ സോഴ്സറേഴ്സ് ആയിട്ടുള്ളവർക്ക് 1 പോയിന്റ് വീതവും എന്നതാണ് അഞ്ചാമത്തെ റൂള്. 6, ഇങ്ങനെ 100 പോയിന്റ് നേടുന്ന പ്ലേയേഴ്സിന് ഗെയിം മാസ്റ്ററുമായി നെഗോഷിയേറ്റ് ചെയ്ത് പുതിയൊരു റൂൾ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. മുന്നേ പറഞ്ഞ 6ാമത്തെ റൂൾ പ്രകാരം പ്ലേയേഴ്സ് എന്ത് പുതിയ റൂൾ തന്നെ ഗെയിമിലേക്ക് പ്രൊപ്പോസ് ചെയ്താലും അത് ഗെയിമിനെ നെഗറ്റീവായി ബാധിക്കാത്ത പക്ഷം ഗെയിം മാസ്റ്റർ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് എന്നതാണ് 7ാമത്തെ റൂള്. ഇനി അവസാനത്തെ റൂൾ എന്നാൽ ഗെയിംസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് 19ാമത്തെ ദിവസം വരെയും പോയിന്റിൽ ഒരു മാറ്റം വരാൻ നിൽക്കുന്ന പ്ലേയേഴ്സും കൊല്ലപ്പെടുന്നതായിരിക്കും. അങ്ങനെ മെഗുമിയുടെ അപേക്ഷ സ്വീകരിച്ച് യുജി ഒക്കോട്സുവിനോടായി പറയുന്നു, ഇനി എപ്പോഴെങ്കിലും സുക്കണ എൻ്റെ ബോഡി കൺട്രോൾ ചെയ്താൽ വേറെ ഒന്നും ആലോചിക്കാതെ തന്നെ കൊന്നുകളയണം എന്നവൻ ആവശ്യപ്പെടുന്നു. കാരണം അയാൾക്കത് സാധിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നു. യൂത്തയും അതിനോട് യോജിക്കുന്നു. ശേഷം മെഗുമി അവരുടെ പ്ലാൻ വിശദീകരിക്കുന്നു. ആദ്യം നമ്മൾ ജുജുത്സു ഹൈയിലേക്ക് തിരിച്ചു ചെന്ന് മാസ്റ്റർ തെങ്കനുമായി ബന്ധപ്പെടണം. എങ്ങനെ ഗോജോ സെൻസയെ സീലിൽ നിന്ന് പുറത്തെത്തിക്കാമെന്നും എന്താണ് നൊരുത്തോഷിക്കാമയുടെ ആക്ച്വൽ ഗോളെന്നും അയാൾ ചെയ്ത ഏറ്റവും വലിയൊരു ജുജുത്സു ടെററിസമായ ഈ കള്ളിംഗ് ഗെയിം എന്താണെന്നും തെങ്കന് മാത്രമേ പറയാൻ സാധിക്കൂ. അപ്പോൾ ഇത്തതുരി യുക്കിക്ക് ഇതിനെപ്പറ്റി അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മെഗുമി ആക്ച്വലി ഇത് യുക്കിയുടെ പ്ലാൻ ആണെന്നും ഹൈറപ്സിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ അവർ ജുജുത്സു ഹൈയിൽ ഒളിച്ചിരിക്കുകയാണെന്നും പറയുന്നു. യുജി ഇത് കേട്ട് ഞെട്ടുന്നു. അപ്പോഴേക്കും യൂത്ത യഥാർത്ഥ പ്രശ്നം എന്തെന്നാൽ തെങ്ങിൻ്റെ കൺസീൽമെന്റ് ബാരിയേഴ്സ് ആണ്. അവിടെ ആയിരക്കണക്കിന് കോൺസ്റ്റന്റായി ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോറുകളുണ്ട്. അതിലെ കറക്റ്റ് ഡോർ കണ്ടുപിടിച്ചാൽ മാത്രമേ തെങ്ങനിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂ. അപ്പോൾ അവർക്ക് കറക്റ്റ് ഡോർ മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർക്ക് തെങ്ങനെ കാണാൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലാകുന്നു. ശേഷം കുറച്ച് സമയം എടുത്തുകൊണ്ട് യുജി മെഗുമിയോടായി ചോദിക്കുന്നു, എന്താണ് നൊബാറയ്ക്ക് പറ്റിയത്? പക്ഷേ മെഗുമി അവിടെ മിണ്ടാതെ നിരാശനായി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ യുജിക്കും കാര്യം മനസ്സിലാകുന്നു. എന്നാൽ പെട്ടെന്ന് ജോസോ അവിടേക്ക് വന്ന് തനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി അറിയാമെന്ന് പറയുന്നു. ഇത് കേട്ട് അവരെല്ലാം തന്നെ ഞെട്ടുന്നു. ശേഷം അവർ നേരെ ജുജുത്സു ഹൈയിലെ സീക്രട്ട് പ്ലേസിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യുജി ജോഗയുടെ അറ്റാക്ക് മൂലം ബോഡി മുഴുവൻ പൊള്ളലേറ്റ മാക്കിയെ കാണുന്നു. ഇത് കണ്ട് യൂത്ത ഓടി വന്ന് മാക്കി നീ ബോഡി ശരിക്കും ഓക്കെ ആയിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യുക്കി റിവേഴ്സ് കേസ് എനർജി യൂസ് ചെയ്താലും പൊള്ളലേറ്റ പാടുകൾ അവിടെ തന്നെ നിലനിൽക്കും. എങ്കിലും മാക്കിയുടെ ഹെവലി റെസ്ട്രിക്ഷൻ എന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ക്ലാൻ ഹെഡായ നോബിത്തോയ്ക്ക് അതിന് സാധിച്ചില്ല എന്നും യുക്കി കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ മാക്കി അതൊന്നും കാര്യമാക്കാതെ അവരുടെ പ്ലാൻ എന്തായി എന്നതിനെപ്പറ്റി ചോദിക്കുന്നു.
അപ്പോഴേക്കും ഞാൻ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചോസോ മുന്നോട്ടേക്ക് വരുന്നു. തെങ്കൻ സ്ഥിതി ചെയ്യുന്ന ടോംബ് ഓഫ് ദി സ്റ്റാറിലേക്ക് പോകുന്ന വഴിയാണ് ജുജുത്സു ഹൈയുടെ ഫോർബിഡൻ കേസ് ടൂൾസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബ്രദേഴ്സിൻ്റെ അവശേഷിപ്പുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ സെൻസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് എത്താം എന്ന് ചോസോ പറയുന്നു. യൂക്കി ആ പ്ലാനിനോട് യോജിക്കുന്നു. എന്നാൽ മാക്കി അതിന് ഇയാൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ യൂജി തൽക്കാലത്തേക്ക് അയാൾ എൻ്റെ ഓൾഡർ ബ്രദറായി കണക്കാക്കാമെന്ന് പറയുന്നു. ഇത് കേട്ടതും ആകെ സന്തോഷവാനായി അയാൾ യൂജി എന്ന് ഉറക്കെ അവനെ നോക്കി വിളിക്കുന്നു. എന്നാൽ അവർ അത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ചോസോ മുന്നിൽ നടന്ന് അവൻ്റെ ബ്രദേഴ്സുള്ള ആ ഡോറ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ യൂക്കി അവിടെയായി ടോംബ് ഓഫ് ദ സ്റ്റാറിലേക്ക് എത്തിക്കുന്ന ഒരു എലിവേറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ പോകുന്ന വഴിയെ ചോസോ അവൻ്റെ ബ്രദേഴ്സിനെ അടക്കിയിരിക്കുന്ന വോൾട്ട് കാണുന്നു. ചോസോ അങ്ങോട്ടേക്ക് ചെന്ന് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു വരും, കുറച്ചു നേരം കൂടി എനിക്ക് വേണ്ടി ഒന്ന് കാക്കാമോ എന്ന് പറഞ്ഞ ശേഷം അവർ എലിവേറ്ററിൽ താഴേക്ക് പോകുന്നു. ശേഷം താഴെ എത്തിയപ്പോൾ യൂജി പോകുന്ന വഴി നിരത്തായി ഒരുപാട് ബ്ലഡ് സ്റ്റെയിൻസ് കണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ യൂക്കി ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ടായത്. തോജി 12 വർഷം മുമ്പ് റീക്കോ അമനായിയെ കൊന്നത് അവിടെ വെച്ചായിരുന്നു. അങ്ങനെ അവർ നടന്ന് മെയിൻ ഹാളിലേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ നടന്നു ചെന്നത് ഒരു വൈറ്റ് വോയിഡിലേക്കായിരുന്നു. അവരിവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ എന്ന് കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ യൂക്കി അത് മാസ്റ്റർ തെങ്കൻ നമ്മളെ റിജക്റ്റ് ആക്കിയതുകൊണ്ടാണെന്ന് പറയുന്നു. തെങ്കന് റിയൽ വേൾഡുമായി കോൺടാക്റ്റിൽ വരാൻ ഒരു താല്പര്യവുമില്ല. ശേഷം അവർ അവിടെ നിന്ന് തിരിച്ചു പോകാനായി തുടങ്ങവേ നൈസ് ടു മീറ്റ് യു ചിൽഡ്രൻ ഓഫ് സെനെ വിച്ച് ഇസ് ആൻ ഡിസെൻഡന്റ് ദ ഡെഡ് പെയിന്റിംഗ് വോം ആൻഡ് സുക്കുനാസ് റസൽ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്റർ തെങ്കൻ അവിടേക്ക് വരുന്നു. അങ്ങനെ എപ്പിസോഡ് 2 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത എപ്പിസോഡുമായി ഞാൻ അടുത്ത വീക്കിൽ വരാം. അതുവരേക്കും